Welcome back to Maths Tuition. നോക്കാം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. Question number 1. ABCD is a cyclic quadrilateral. ABCD is cyclic quadrilateral. First question. Angle A plus angle D is equal to 210. Just complete it. Angle A plus angle D is equal to 210. Angle D plus angle C 250 degree. First part, find angle A plus angle C. B part, find angle A and angle C. ABCD is cyclic quadrilateral. Cyclic എന്ന് പറഞ്ഞാൽ എന്താ? 4 vertices lie on the circle. Opposite angles are supplementary. Supplementary എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ സം 180 ഡിഗ്രി. രണ്ടും കൂടെ കൂട്ടിയാൽ 180 കിട്ടും അല്ലേ? ആംഗിൾ A പ്ലസ് ആംഗിൾ C 180 or ആംഗിൾ B പ്ലസ് ആംഗിൾ D 180. ഇവിടെ ആൻസർ ഫസ്റ്റിന്റെ ആൻസർ എന്താ? 180 ഡിഗ്രി. B part. Find angle A and angle C. നമുക്ക് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്യാം, റൈറ്റ് സൈഡ് ആഡ് ചെയ്യാം. ആംഗിൾ A പ്ലസ് ആംഗിൾ D പ്ലസ് ആംഗിൾ D പ്ലസ് ആംഗിൾ C രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 460 ഡിഗ്രി. ആംഗിൾ A പ്ലസ് ആംഗിൾ C എത്രയാണ്? 180 ഡിഗ്രി. ആംഗിൾ ട്വൈസ് ആംഗിൾ D ഈസ് ഈക്വൽ ടു 460 degree. So twice angle D is equal to 460 minus 180. Angle D is equal to 280 divided by 2, 140 degree. Angle A plus angle D നമുക്ക് എത്രയായിരുന്നു? 210. So angle A is equal to 210 minus 140, 70 degree. Angle D plus angle C 250. So angle C is equal to 250. So angle C is equal to 250 minus 140, 117. അതിലേക്ക് നമുക്ക് ഇത്രയും ചെയ്യാതെ ചെയ്യാം. ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എത്രയാണ്? 180. ആംഗിൾ എ ഈസ് ഈക്വൽ ടു 180 മൈനസ് 70. അങ്ങനെ ചെയ്താൽ 110. ABCD cyclic. DE bisect equal ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ആംഗുലർ DC ഈ ഫുൾ ആംഗിളിനെ DE ബൈസെക്ട് ചെയ്യും. ഞാൻ റഫായിട്ട് വരച്ച കേട്ടോ. Angle FDE 50 degree. This angle is equal to 50 degree. A. Find angle EDC. Find angle ABC. Angle CDE. DE bisect FDC. Remember, this is equal to FDE 50 degree.
ഡി ഇ എഫ് ഡി സിയെ ബൈസെക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ? നമുക്ക് ഫസ്റ്റ് പാർട്ട് എന്താ? ഇ ഡി സി എന്ന് പറയുന്നത് 50 ആയിരിക്കും. എ ബി സി ഡി സൈക്ലിക്. നമുക്കറിയാം എ ബി സി ഈ ഫുൾ ആംഗിൾ, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്? എ ഡി സി. ഇതിൻ്റെ എക്സ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 50 + 50 100. ദിസ് ഫുൾ ആംഗിൾ ഈസ് ഈക്വൽ ടു ദിസ് ഫുൾ ആംഗിൾ, എക്സ്റ്റീരിയർ ആംഗിൾ. എ ബി സി ഡി സൈക്ലിക് ആയതുകൊണ്ട് അല്ലേ? ഇനി ആ റിസൾട്ട് നിങ്ങൾ മറന്നു പോയെങ്കിൽ എ ബി സി ഇസ് ദിസ് ആംഗിൾ പ്ലസ് ദിസ് ആംഗിൾ 180. നമുക്കതറിയാമല്ലോ. ഇനി ഇത് 100 ആണ്. ഇത് എത്ര വരും? 80. 180 - 80 100. അങ്ങനെ രണ്ട് രീതിയിൽ ചെയ്യാം. അപ്പം ലീനിയർ പെയർ വെച്ച് നോക്കി ഇത് കണ്ടിട്ട് അത് 180 - ചെയ്തത് ഇത്. ഇവിടെ എ ബി സി സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയതുകൊണ്ട് മിഡിൽ ലെറ്റർ ഏതാണ്? ബി. ഈ ആംഗിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കുക. ഇത് അതിൻ്റെ വെളിയിലുള്ള എക്സ്റ്റീരിയർ ആംഗിൾ അത് എത്രയാണോ അത് തന്നെയായിട്ട് എഫ് ഡി സി. തേർഡ് പാർട്ട് ആംഗിൾ സി ബി ഇ. സി ബി ഇ നമുക്ക് നോക്കാം. ഈ ആർക്ക് സിന്ന് തുടങ്ങി ഇയിലെത്തുന്ന ഒരു ആംഗിളാണ് അല്ലേ? സി ബി ഇ. അതേപോലെ ഈ വലിയ സെഗ്മെൻറ്റ് അതിൽ സിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇയിലെത്തുന്ന ആംഗിൾ ഏതുണ്ട്? സി ഡി ഇ. angles in the same segment are equal. CBE is equal to CDE. That is equal to 50. P of x is equal to x square minus 7x plus 11. A. Find P of 2. P of 2 is equal to, replace x by 2. X in the സ്ഥാനത്തെല്ലാം നമ്മൾ എന്ത് കൊടുക്കണം? 2 square minus 7x. 7x എന്ന് പറഞ്ഞാൽ 7 into x. 7 into 2 plus 11. 2 square 2 into 2. 14 plus 11. 4 plus 11. ചില കുട്ടികൾ ഓർക്കാതെ 14 plus 11. 4 minus 25 എഴുതും. അങ്ങനെ തെറ്റ് ചെയ്യരുത്. ഇത് നെഗറ്റീവും ഇത് പോസിറ്റീവാണ്. നീ നിങ്ങൾ 4 minus 14 ചെയ്യുക. -10 plus 11 അല്ലെങ്കിൽ 4 plus 11. 50 minus 40 that is 1. In B part. Write Px minus P2 as the product of two first degree polynomials. ബാക്കി എഴുതുന്നുണ്ട്. Product of two first degree polynomials. Px minus P2 is equal to x square minus 7x plus 11 minus 1. Sum -7 കിട്ടണം, പ്രോഡക്റ്റ് 10 കിട്ടണം. നമുക്കറിയാം പ്രോഡക്റ്റ് പോസിറ്റീവും സം നെഗറ്റീവ് ആണെങ്കിൽ എപ്പോഴും എന്ത് ആയിരിക്കും? രണ്ടും നെഗറ്റീവ് ആയിരിക്കും. എങ്കിൽ നെഗറ്റീവ് ആഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് വരും, ആഡ് ചെയ്താൽ പോസിറ്റീവ് വരും. 7ഉം 10 ഏതാണ്? 2ഉം 5. എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 5. ഇനി ഇതിന് സീറോസ് ചോദിച്ചാൽ അല്ലെങ്കിൽ സൊല്യൂഷൻ ചോദിക്കുകയാണെങ്കിലോ എക്സ് മൈനസ് 2 0, എക്സ് ഇസ് ഈക്വൽ ടു 2, എക്സ് മൈനസ് 5 0, എക്സ് ഇസ് ഈക്വൽ ടു 5. Question number 4. When 2x square plus kx plus 7 is divided by x minus 4, the remainder is 11. Find k. ഇവിടെ this is divided by x minus 4, exactly divisible by x minus 4, find k എന്നായിരുന്നെങ്കിലോ അവിടെ റിമൈൻഡർ എന്ത് വരും? 0.
നമ്മൾ 0 നിക്കേറ്റ് ചെയ്യുക. ഇവിടെ റിമൈൻഡർ എത്രയാണ്? 11. P of x is equal to 2x² plus kx plus 7. x minus 4. P positive 4. ഇവിടെ x plus 4 ആണെങ്കിൽ P negative 4. x minus 4 ആണെങ്കിൽ P positive 4. 2 into 4 square. 4 into 4. 4 into k plus 7. 32 plus 4k plus 7. 39 plus 4k. This is equal to 11. So 4k is equal to 11 minus 39. So k is equal to minus 7. ഇവിടെ എക്സാക്ട്ലി ഡിവിസിബിൾ ആയിരുന്നു. നമ്മളിവിടെ എന്ത് എഴുതും? 39 പ്ലസ് 4k is equal to 0. ആ 11ൻ്റെ സ്ഥാനത്ത് നമ്മൾ 0. Number 5. AB is a diameter. PC is a tangent. This angle is equal to 30 degree. A. Angle PCB. B part, angle PCO. Third part, angle P. PC is a tangent, CB is a chord. Angle between tangent and chord. നമ്മൾ ഈ ടാൻജൻറ്റിനും ഈ കോർഡിനിടയിലുള്ള പാർട്ടാണ് ഇത്രയും. ഈ ആർക്ക് നമ്മൾ എടുക്കരുത്, അതിൻ്റെ റിമൈനിങ് ആർക്ക് ഇവിടെ എടുക്കുക. അതിൽ സിന്ന് തുടങ്ങി ഇവിടെ എവിടെ വേണമെങ്കിലും ഇവിടെ ലെറ്റർ വരാം. സിന്ന് തുടങ്ങി എവിടെ എത്തണം? ഈ കോഡിൻ്റെ എൻഡ് പോയിന്റിൽ എത്തണം. CAB. ഈ ആംഗിളും ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ആംഗിൾ PCB that is equal to angle A, that is equal to 30 degree. B part. PCO. OC എന്താ? പോയിന്റ് ഓഫ് ടാൻജൻസി കൂടെ ഉള്ള റേഡിയസ് ആണ് അല്ലേ? അത് എപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആയിരിക്കും. C part. ആംഗിൾ P കാണും. OA is equal to OC. Radii of the same circle. ഇത് 30 ആണെങ്കിൽ ആംഗിൾ എന്തായിരിക്കും? 30 ഡിഗ്രി. Therefore, angle OCA, that is also 30 degree. 30 plus 30. So, this angle is equal to 90. So, angle ACP is equal to 30 plus 90, 120. ACP, that is a triangle. Sum of three angles is always 180 degree. So, angle P is equal to 180 minus sum of other two angles. ബാക്കി രണ്ട് ആംഗിൾ ഫുൾ എത്രയാണ്? 120 to 30. 120 plus 30, 120. So, answer is 30 degree. Question number 6. OABC. This is 6 unit. This is 60 degree. BC is equal to 5. 1. Perpendicular distance. Simple area. Perpendicular distance from C to OA. ഈ തന്നിരിക്കുന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കാണണം. ഹൈപ്പോട്ടന്യൂസ് വന്നിട്ടുണ്ട് അല്ലേ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്താ? സൈൻ.
sin 60 degree root 3 by 2 is equal to cm by 6. So cm is equal to 6 root 3 by 2, 3 root 3. Cos 60. The first part perpendicular distance in second part. Find a comma b comma c. A b c. Cos 60 degree adjacent by hypotenuse. OM by 6. OM എത്ര കിട്ടി? 3. നമുക്കറിയാം ഒറിജിൻ ഈ സിയിൽ നിന്ന് മറ്റ് പെർപെൻഡിക്കുലർ എവിടെ മീറ്റ് ചെയ്തു? എമ്മിൽ. അത് ഒറിജിൻ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 3. അതാണ് അതിൻ്റെ സിയുടെ എക്സ് കോർഡിനേറ്റ്. സി എം ആണ് y കോർഡിനേറ്റ്. Therefore C is the point 3, 3 root 3. This is equal to 5. This is also 5. OA is equal to 8. A lie on the x-axis. So y coordinate is 0. Therefore A is the point 8, 0. B. This one condition വിട്ടുപോയി. CB parallel to x-axis. ഇവിടെ സി എം 3 root 3 ആണെങ്കിൽ ഇത് എന്തായിരിക്കും? 3 root 3. OA is equal to 5 plus 3. Therefore B is the point 8, 3 root 3. നെക്സ്റ്റ് വീഡിയോയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വരട്ടെ. എല്ലാവരും നന്നായി ചെയ്ത് പഠിക്കാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാം. താങ്ക് യു.